മാരാമൺ കൺവെൻഷനെ ആഗോള ക്രൈസ്തവ സംഗമമായി പ്രഖ്യാപിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണമെന്ന് മാർത്തോമ മെത്രാപ്പൊലീത്തായുടെ ആവശ്യം, നിർദ്ദേശം അല്ലെങ്കിൽ സജഷൻ ഒരു മാർത്തോമ സഹയാത്രികൻ വേണ്ട, അത്ര അങ്ങോട്ട് പോകണ്ട, ഒരു സാധാരണ ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതിനോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇത് വെളിപ്പെടുത്തുവാൻ എനിക്ക് കടമയുണ്ട്. ഇതിനാമുഖമായി എനിക്ക് പറയാനുള്ള കാര്യം, പല മാർത്തോമക്കാരും ഇക്കാലത്ത് ഫോണിൽ കൂടെ എന്നെ വിളിച്ച് ശകാരിക്കുന്നത്, മാർത്തോമാക്കാരനല്ലാത്ത താന് മാർത്തോമ സഭ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയാൻ ധൈര്യപ്പെടുന്നത് എങ്ങനെയാണ്, തനിക്ക് ഇതിനകത്ത് എന്താണ് കാര്യം, പൂച്ചയ്ക്ക് എങ്ങനെയാണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്നോട് ചോദിക്കാറുണ്ട്. അവിടെ ഇനി മേലാൽ ഞങ്ങളുടെ സഭയെപ്പറ്റി മിണ്ടിപ്പോകരുത് എന്ന് വളരെ അധികാരത്തോടെ എന്നെ നിർദ്ദേശിക്കുന്ന മാർത്തോമ വിശ്വാസികളും ചുരുക്കമല്ല. എനിക്ക് അവരോട് സവിനയം പറയാനുള്ളത്, മാർത്തോമ സഭയാകട്ടെ, CSI സഭയാകട്ടെ, കത്തോലിക്ക സഭയാകട്ടെ, പെന്തക്കോസ്ത് സഭയാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ മതപരമായ വസ്തുവകകൾ, കേസുകെട്ടുകൾ പൊതുരംഗത്ത് അവതരിപ്പിച്ചു കഴിയുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടത്തക്കവണ്ണം നിങ്ങൾ തന്നെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ അതോടുകൂടെ തന്നെ എല്ലാവർക്കും അതിനോട് പ്രതികരിക്കാനുള്ള അവകാശവും നിങ്ങൾ നൽകുകയാണ് എന്ന സാമാന്യ ബുദ്ധിക്ക് ചേരുന്ന കാര്യം മനസ്സിലാക്കുക. മാർത്തോമാക്കാരല്ലാത്ത ആരും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പ്രതികരിക്കരുത് എന്ന നിർബന്ധമുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതങ്ങനെ സാധിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാർത്തോമ വേദിയിൽ മാത്രം ഇത് ഒതുക്കണം. ഇപ്പം മാർത്തോമ പള്ളിക്കകത്ത് നടക്കുന്നൊരു കാര്യം, അവിടെ മാർത്തോമാക്കാരല്ലാത്ത ആരെങ്കിലും നുഴഞ്ഞു കയറി വന്ന് ചാരവൃത്തി നടത്തി എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ വിമർശിക്കുന്നത് തികച്ചും തെറ്റാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. അങ്ങനെ ചെയ്യുന്നവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. വേണ്ട, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ പൊതുവായി ഇത് ലോകത്തിലടുത്ത് അവതരിപ്പിക്കുകയും മാത്രവുമല്ല മാർത്തോമ കൺവെൻഷൻ അഖില ലോക ക്രിസ്തീയ സംഗമമായി അംഗീകരിക്കണം എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന സാധ്യതകൾ കൂടെ ചിന്തിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇത് സംബന്ധമായി എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോകളിൽ മാരാമൺ കൺവെൻഷനെ പറ്റിയുള്ള എൻ്റെ പ്രത്യേകമായ ബഹുമാനം, വിലമതിപ്പ് അറിയിച്ചിട്ടുള്ളതാണ്. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ ലോകം അംഗീകരിച്ച കാര്യമാണ്. അതുകൊണ്ട് അംഗീകരിക്കാതിരിക്കാൻ എനിക്കോ മറ്റാർക്കോ കഴിയുകയില്ല. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതിനെപ്പറ്റി വിവാദമുണ്ടായിട്ടും അർത്ഥമില്ല. എന്നാൽ ഇത് ഇന്ന് ലോകമറിയുന്നത് ഒരു മാർത്തോമ സംരംഭമായിട്ട് മാത്രമാണ്. അതിനോട് സഹകരിപ്പാൻ താല്പര്യമുള്ള മറ്റ് മതവിശ്വാസികൾ, മറ്റ് സഭാ അംഗങ്ങൾ, ഹിന്ദുക്കളാണെങ്കിലും മറ്റ് ഇതര സഭാ വിശ്വാസികളാണെങ്കിലും ഇതിൽ വന്ന് പങ്കെടുക്കുന്നു. അതിൻ്റേതായ സന്തോഷവും അനുഗ്രഹവും കൈപ്പറ്റി വർഷം തോറും അവർ കഴിഞ്ഞു പോകുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിൽ നിന്ന് വളരെ മുൻപോട്ട് പോയിട്ടാണ് മാർത്തോമ സഭാധ്യക്ഷനായ തിയോഡോഷ്യസ് തിരുമേനി ഇപ്പോൾ ഒരു നിർദ്ദേശം വച്ചിരിക്കുന്നതിന് അഖില ലോക ക്രിസ്തീയ സംഗമമായി അംഗീകരിക്കണം. ഞാൻ ഇതിനെ അനുകൂലിക്കുകയാണ്. എനിക്ക് അതിനകത്ത് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ച തിയോഡോഷ്യസ് തിരുമേനി അതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി വേണ്ടതുപോലെ ചിന്തിച്ചോ എന്നതിനെപ്പറ്റി എനിക്ക് വലിയ സംശയമുണ്ട്, സന്ദേഹമുണ്ട്. അത് ഞാൻ അല്പം വെളിപ്പെടുത്തട്ടെ. ഇത് അഖില ലോക ക്രിസ്തീയ സംഗമമാക്കുമ്പോൾ ഇതിൻ്റെ നിയന്ത്രണം മാർത്തോമ സഭയുടെ അധികാരികളെ തന്നെ പരിമിതപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ അഖില ലോക ക്രിസ്തീയ സമ്മേളനത്തിൻ്റെ
അല്ലെങ്കിൽ സംരംഭത്തിൻ്റെ ഒരു ഘടകമാണ് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന് പറയുന്നത്. അതിനകത്ത് കത്തോലിക്കരല്ലാത്ത ബാക്കി എല്ലാവരും അംഗങ്ങളാണ്. അതിലൊരു സഭയ്ക്കും കുത്തക അവകാശമില്ല. എല്ലാ സഭകളെയും പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് സഭാവ്യത്യാസമെന്നെ ആർക്കും അതിൽ പങ്കെടുക്കുവാനും അതിൻ്റെ ഭാരവാഹികളാകുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അതുപോലെയുള്ള ഒരു വ്യവസ്ഥിതിയാണോ തിയോഡോഷ്യസ് തിരുമേനി വിഭാവന ചെയ്തത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അങ്ങനെയെങ്കിൽ ഇത് ആത്മാർത്ഥമായി കൈവരിക്കുവാൻ താല്പര്യമുള്ള ഒരു ലക്ഷ്യമാണ് എങ്കിൽ തിയോഡോഷ്യസ് തിരുമേനി ആദ്യം ചെയ്യേണ്ടത് 2026 മാരാമൺ കൺവെൻഷൻ ഇനിയും വരുമല്ലോ, ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്. അത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രാരംഭ നടപടി എന്ന നിലയിൽ കേരളത്തിലെ എല്ലാ സഭകളിൽ നിന്നും പ്രാതിനിധ്യം വഹിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ സഭകളെയും പ്രതിനിധീകരിക്കുന്ന ഒരു ഓർഗനൈസിങ് കമ്മിറ്റി ഉണ്ടാക്കണം. ആ കമ്മിറ്റിയുടെ അംഗങ്ങൾ മാരാമൺ കൺവെൻഷൻ്റെ ഇനി മുൻപോട്ടുള്ള ആ അവസ്ഥയും പുരോഗതിയും സംഘടനാപരമായ പ്രത്യേകതകളും എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ പരസ്പര ചർച്ചയിൽ കൂടെ രൂപീകരിക്കുന്ന ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാരാമൺ കൺവെൻഷനെ ഇനിയുള്ള നാളുകളിൽ പുതുക്കി പണിയുകയും ചെയ്യണം. ഇത് തിയോഡോഷ്യസ് തിരുമേനിക്ക് സമ്മതമാണ്. അദ്ദേഹത്തോട് സഹകരിക്കുന്ന മറ്റ് തിരുമേനിമാർക്ക് സമ്മതമാണ്. ഇത് അഖില ലോക ക്രിസ്തീയ കൂട്ടായ്മയായി വളരണമെങ്കിൽ മാർത്തോമാ സഭ മാത്രം അത് കുത്തക അനുഭവിക്കുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ മാർത്തോമാ സഭ പറയണം, അഖില ലോക ക്രിസ്തീയ പാരമ്പര്യത്തിൻ്റെ ഏക അവകാശികൾ ഞങ്ങൾ മാത്രമാണ് എന്ന് പറയണം. അങ്ങനെ ഒരു അവകാശവാദം മാർത്തോമാ സഭയ്ക്കുണ്ടോ? ഇല്ലെന്നാണ് ഞാനിതുവരെ വിചാരിക്കുന്നത്, പക്ഷെ അവർക്കറിയില്ല. അപ്പോൾ ഈ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത് ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ നിന്നും ചിന്താശക്തിയിൽ നിന്നും മനസ്സിലാക്കിയ കാര്യം ഒന്ന് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ അല്ല എങ്കിൽ എന്നെ തിരുത്തുവാൻ ഇതിനെ ചുമതലയുള്ള ആളുകൾ ദയവായി ശ്രമിക്കണം, നേർവഴിയിൽ നടക്കാൻ എന്നെ സഹായിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുക. ഞാനിതിനെ മനസ്സിലാക്കുന്നത് അല്പ ചരിത്രബോധത്തോടുകൂടെയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അലക്സാണ്ടർ ചക്രവർത്തി മാസിഡോണിയയിൽ ജനിച്ച്, ഒരു ചെറിയ രാജ്യമാണ് മാസിഡോണിയ, നമുക്കറിയാം. അവിടെ നിന്ന് അന്നത്തെ ഏതാണ്ട് ശ്രദ്ധേയമായ, ലോകത്തിലെ ശ്രദ്ധേയമായ എല്ലാ ഇടങ്ങളും രാജ്യങ്ങളും കീഴടക്കി ഒരു വലിയ സാമ്രാജ്യമായി സൃഷ്ടിച്ചതിൻ്റെ കാര്യം. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഐക്യമുണ്ടാകും, ഐക്യമുണ്ടായാൽ സമാധാനം ഉണ്ടാകും. ഇതാണ് അതിനകത്തെ കാര്യം. റോമൻ സാമ്രാജ്യവും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ടാക്സ് റൊമാന എന്ന് പറയും. എല്ലാം ഞങ്ങളുടെ കീഴിലായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ലോകത്തിൽ സമാധാനം നിലനിർത്തുവാനും മനുഷ്യരുടെ മേന്മ നേടിയെടുക്കുവാനുമുള്ള ചുമതല ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ അധികാരത്തിൻ്റെ കീഴിലായിത്തീരുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ചരിത്രത്തിൽ ഇംപീരിയലിസം, കോളനിവൽക്കരണം എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. അത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്താണെങ്കിലും റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്താണെങ്കിലും അത് നെപ്പോളിയൻ്റെ കാലത്താണെങ്കിലും അതിനുശേഷം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഹിറ്റ്ലറുടെ കാലത്താണെങ്കിലും ഇപ്രകാരമുള്ള വ്യാപകമായ ആഗോളതലത്തിലുള്ള ചിന്തകളുണ്ടായത് മുഴുവനും ലോകത്തിലുള്ള മറ്റെല്ലാവരും ഞങ്ങളുടെ അധികാരത്തിൻ്റെ കീഴിലാണെങ്കിൽ അതവർക്ക് നല്ലത് എന്ന ഒരേ ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടെയാണ്. അതിനാണ് ഇംപീരിയലിസം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മാർത്തോമ മെത്രാപ്പോലീത്തയായ തിയോഡോഷ്യസ് തിരുമേനി വ്യക്തമാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു വന്ന ഈ പ്രകാശപൂരിതമായ ആശയം, അതായത്
മാരാമൺ കൺവെൻഷനെ ആഗോള ക്രിസ്തീയ കൂട്ടായ്മയായി അംഗീകരിക്കണം എന്നത് ഒരു ഇമ്പീരിയലിസ്റ്റിക് ഐഡിയയാണോ, അല്ല അതൊരു ആത്മീകമായ ദർശനമാണോ? ഇതിനു മുൻപ് ഇല്ലാതിരുന്ന ഇപ്പോൾ ജനിച്ച നവജാത ആത്മീയ ദർശനമാണോ? ഇത് വ്യക്തമാക്കേണ്ട കടമ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ കഴിഞ്ഞ 130 വർഷം കൊണ്ട് മാരാമൺ കൺവെൻഷൻ ചെറിയ തോതിൽ ആരംഭിച്ച ഒരു ആത്മീയ പ്രസ്ഥാനം വളർന്ന് പടർന്ന് പന്തലിച്ച് യേശു ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കാനായി പഠിപ്പിച്ച ഉപമകളിൽ ഒന്നായ കടുകുപണിയുടെ ഉപമയെപ്പോലെ, അല്ലെങ്കിൽ ആ ഉപമയിലെ കടുകുപണിയെപ്പോലെ അതിൻ്റെ ശിഖരമിത ലോകത്തിൻ്റെ അറുതി വരെയും എത്തിയിരിക്കുന്നു എന്ന ഒരവസ്ഥ പോലെ മാരാമൺ കൺവെൻഷൻ വളർന്നിരിക്കുന്നു എന്ന തോന്നലിൽ അതിൻ്റെ സാരഥ്യം വഹിക്കുന്ന തിരുവോഷ്യസ് തിരുമേനിക്ക് അലക്സാണ്ടർ ചക്രവർത്തിയുടെ മനസ്സാണോ അതോ യേശുവിൻ്റെ മനസ്സാണോ? യേശുവും അപ്രകാരം ആഗോളതലത്തിലുള്ള ഒരു സാമ്രാജ്യം സൃഷ്ടിക്കാനായി താല്പര്യപ്പെട്ടു നമുക്കറിയാം. അതിൻ്റെ പേരാണ് ദൈവരാജ്യം. ദൈവരാജ്യം അതിരില്ലാത്ത രാജ്യമാണ് ദൈവരാജ്യം. ആർക്കും കുത്തകാവകാശം ഇല്ലാത്ത രാജ്യമാണ് ദൈവരാജ്യം. ദൈവത്തിൽ കേന്ദ്രീകരിച്ച് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ലോകത്തിലുള്ള മനുഷ്യരാശി മുഴുവനും ഒന്നാണ് എന്ന ദർശനത്തെ ഉൾക്കൊള്ളുന്നതാണ് ദൈവരാജ്യം. അങ്ങനെ അന്യത്വമില്ലാത്ത രാജ്യമാണ് ദൈവരാജ്യം. ഇങ്ങനെയുള്ള പല പഠിപ്പീരുകൾ സുവിശേഷത്തിലുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ എന്നേക്കാൾ കൃത്യമായിട്ട് തിരുവോഷ്യസിലും എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ആത്മീകമായ ദർശനമാണോ ഇത്? അല്ല, പണ്ട് ചക്രവർത്തിമാർ നടത്തിയ ഇമ്പീരിയലിസത്തിൻ്റെ ഒരു മുന്നേറ്റമാണോ എന്ന ഒരു ചിന്ത എന്നെ അല്പം ഹേമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മനസ്സോടെ ഇത് അദ്ദേഹത്തിൻ്റെയും ഏവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കാരണം ഇതൊരു പൊതുവായ മുതലായി ഉയർത്തുവാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ ഞാനും അതിനകത്ത് ഉൾപ്പെട്ട് കഴിയും. അതാണ് ഇത്രയും പ്രശ്നം. എന്നെപ്പോലെ പല വിഘടന്മാരും ഇതിനകത്ത് വന്നിരിക്കും. അപ്പോൾ ഇതുവരെ മാർത്തോമാ സഭ വെച്ച് പുലർത്തിയ ആധിപത്യം, മൊണോപ്പൊളി, അതിന് അയവ് വന്നിരിക്കും. അല്ലാതെങ്ങനെയാണ് നടക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആഗോള ക്രിസ്തീയ വിശ്വാസ സമൂഹം ഞങ്ങളുടെ മാത്രം നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തിരുവോഷ്യസ് തിരുമേനി പോപ്പിനെ കവച്ചു വെക്കും എന്ന ഒരവസ്ഥ വരുമ്പോൾ കത്തോലിക്കർ കത്തിയും കൊണ്ട് ഇറങ്ങും. ഇതാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അവർ ദൂരെ മാറി നിന്ന് ചിരിച്ച് കിക്കി എന്ന് ചിരിച്ചുകൊണ്ട് ഇത് പുച്ഛിച്ച് തള്ളും. അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നവരെ ഞാൻ എക്കാലത്തും സഹകരിക്കുന്നവരാണ്, അതിൽ സന്തോഷിക്കുന്നവരാണ്. അങ്ങനെ തന്നെ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരാശയം അവതരിപ്പിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് അവതരിപ്പിക്കുന്നു, അത് അവതരിപ്പിക്കാനുള്ള മോട്ടീവ് എന്താണ്, അങ്ങനെ അവതരിപ്പിച്ചാൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ നാം കൈകാര്യം ചെയ്യേണ്ട സാധ്യതകളും പ്രശ്നങ്ങളും എന്താണ്, അവയെ കൈകാര്യം ചെയ്യത്തക്കവണ്ണമുള്ളൊരു മനസ്ഥിതി നമുക്കുണ്ടോ എന്നതിനെപ്പറ്റി ചിന്തിക്കാതെ തീർച്ചയായും തിരുവോഷ്യസ് തിരുമേനിയെപ്പോലെ പക്വതയുള്ള ഒരു ആത്മീയ ആചാര്യൻ മരമണ്ണ് വന്ന ഇപ്രകാരമുള്ള ഒരു ആശയം ഒരു ട്രയൽ ബലൂൺ പോലെ പറത്തി വിടും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തോടൊരു ചെറിയ അഭ്യർത്ഥന നടത്താനാണ്. അഭ്യർത്ഥന ഇത്ര മാത്രമേ ഉള്ളൂ. മാരാമൺ കൺവെൻഷൻ അഖില ലോക ക്രിസ്തീയ കൂട്ടായ്മയായി പ്രഖ്യാപിക്കണം. അതിനോട് ഞാൻ 100% യോജിക്കുന്നു. എന്നാൽ അങ്ങനെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ന്യായമായും സംഭവിക്കേണ്ട മാറ്റങ്ങൾ സ്വീകരിപ്പാൻ തിരുവോഷ്യസ് തിരുമേനിയും മാർത്തോമാ സഭയും തയ്യാറാകുമോ? അല്ല, ഇതൊരു ഇമ്പീരിയലിസ്റ്റിക് അഡ്വഞ്ചറായിട്ടാണോ ഉദ്ദേശിക്കുന്നത്? ഏതായാലും അറിഞ്ഞാൽ കൊള്ളാം. ഇനിയും ഇത് എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. മാരാമൺ കൺവെൻഷൻ്റെ ചുമതല അത് നടത്തേണ്ടുന്ന വിധം എപ്രകാരമാണെന്ന് തീരുമാനിക്കുന്നത് മാർത്തോമാ സഭയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ അന്ന് തീരും അതിൻ്റെ കഥ എന്ന് എനിക്ക് പറയാം. കാരണം
ഞാൻ ഒത്തിരി ക്ലേശിച്ചതാണ് ഈ എക്യൂമെനിക്കൽ പ്രസ്ഥാനത്തിലൊക്കെ. എല്ലാ സഭകളെയും വിവിധ സഭകളിൽ പെട്ടുകിടക്കുന്ന വിശ്വാസികളെയും ഒന്നായി കൊണ്ടുവരണമെന്നും ക്രിസ്തീയ സമൂഹത്തിൽ ഐക്യതയുണ്ടാകണമെന്ന് കർത്താവ് പ്രാർത്ഥിച്ചതിനെ ഓർത്ത് അപ്രകാരം തന്നെ സംഭവിക്കട്ടെ എന്ന ലക്ഷ്യമാക്കി വളരെയധികം അധ്വാനിച്ച വ്യക്തിയാണ് ഞാൻ. 2 സഭകളിലുള്ള ക്രിസ്ത്യാനികളെ ഒരുമിച്ചൊരു വേദിയിൽ കൊണ്ടുവന്നാൽ പിന്നെ അവിടെ സംഭവിക്കുന്നത് വളരെ പ്രത്യേകതയുള്ള നാടകങ്ങളായിരിക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സഭ ഐക്യത്തിൻ്റെ ബാലപാഠം പോലും പഠിച്ചിട്ടില്ലാത്തൊരു ക്രിസ്തീയ സമൂഹം, ക്രിസ്തു കേന്ദ്രീകൃതമായ ഐക്യത്തെ ഒരു കാലത്തും സ്വീകരിക്കാത്തൊരു ക്രിസ്തീയ സമൂഹം കേരളത്തിലാണെങ്കിലും ഭാരതത്തിലാണെങ്കിലും ലോകത്തിലെവിടെയാണെങ്കിലും ഇങ്ങനെ 40,000, 49,000, 50,000 കഷ്ണങ്ങളായി കീറി മുറിച്ചു എന്ന് മാത്രമല്ല വലിച്ചു വാരി എറിഞ്ഞ് ചിതറിക്കിടക്കുന്ന പരസ്പര ബന്ധമില്ലാത്ത ഈ ഒരു വലിയ വിശ്വാസ സമുദ്രം, അതിൻ്റെ എല്ലാം ആകെത്തുകയായി മാരാമൺ കൺവെൻഷൻ അംഗീകരിക്കപ്പെടണം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഈ ആശയം അവതരിപ്പിച്ചതുകൊണ്ട് തിരുവോഷ്യസ് തിരുമേനിയോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം അദ്ദേഹം ആശയം അവതരിപ്പിച്ചതുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി കുറച്ചുകൂടെ വ്യക്തമായി ചിന്തിക്കുവാൻ ഞാൻ നിർബന്ധിതനായി തീർന്നു. അതുകൊണ്ട് എനിക്ക് നന്നേ ഗുണമുണ്ടായി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പം ഞാൻ വളരെ മേന്മയേറിയ വിശ്വാസികളായ മാർത്തോമാക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മെത്രാപ്പൊലീത്ത മണക്കുന്ന ഇപ്രകാരമുള്ള വിപ്ലവാത്മകമായ ഒരു നിർദ്ദേശം പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾ അത് കേട്ടിട്ട് അതിനോട് എപ്രകാരമാണ് സമരസപ്പെട്ടത് അല്ലെങ്കിൽ പ്രതികരിച്ചത്? അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചുവോ? അങ്ങനെ ചിന്തിക്കുവാൻ നിങ്ങൾക്ക് കടമയുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പൊന്തി വന്ന ആശയങ്ങളും സാധ്യതകളും പ്രശ്നങ്ങളും എന്താണ്? ഇവയെ പറ്റി നിങ്ങൾ ആരെങ്കിലും ഒന്ന് വെളിപ്പെടുത്താം. അല്ല, സഭാധ്യക്ഷൻ ഒന്ന് കാര്യം പറഞ്ഞു, അത് കേട്ടപ്പോൾ കാതിന് ഇമ്പമായിരുന്നു, അത് ഒരു ചെവിയിൽ കൂടെ കയറി മറ്റൊരു ചെവിയിൽ കൂടെ കടന്നുപോയി. ഇനി അടുത്ത വർഷം മാരാമണ്ണ് വരുമ്പോൾ വേറെ എന്തെങ്കിലും കേൾക്കാൻ താല്പര്യപ്പെടുന്നു എന്ന വിധത്തിൽ കഴിയുകയാണോ? അങ്ങനെയാണെങ്കിൽ മാരാമൺ പാഴും ശൂന്യവുമാണ്. ഇതാണ് നമ്മുടെ പ്രശ്നം. മാരാമൺ വലിയ വലിയ കൺവെൻഷനാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ അവിടെ വരുന്നു. കടശി യോഗത്തിൽ 1.5 ആളുകളൊക്കെ വരുന്നുണ്ട്. അഭിമാനിക്കാം. പക്ഷേ ഇതിൻ്റെ പരിണിത ഫലം എന്താണ്? അവിടെ നടത്തപ്പെടുന്ന വചന ശുശ്രൂഷകൾ വളരെ വളരെ ഗംഭീരമെന്ന് നാം നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ കരുതുന്ന വലിയ സുവിശേഷ പ്രഘോഷണങ്ങൾ, അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടാകത്തക്കവണ്ണം ആത്മീയമായ കാര്യങ്ങളെ ആത്മാർത്ഥമായി അന്വേഷിച്ച് അറിഞ്ഞ് അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനുള്ള ദാഹം അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണോ നമ്മുടെ വിശ്വാസജനം? ഇപ്പം മണക്ക് കൂടി വരുന്ന ലോകത്തെമ്പാടും നിന്നും വരുന്ന മാർത്തോമാ വിശ്വാസികൾ അവിടെ യഥാർത്ഥത്തിൽ വചനം കേൾക്കാനായിട്ട് വരുന്നവരാണോ? എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ 30 വർഷം, 40 വർഷം, 50 വർഷം വളരെ പ്രാഗൽഭ്യത്തോടെ അവിടെ വചനം പ്രഘോഷിക്കപ്പെട്ടത് കേട്ടവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രയോജനം എന്താണ്? നിങ്ങൾ നേടിയെടുത്ത ആത്മീയമായ വളർച്ച എന്താണ്? വ്യക്തിപരമായ മേന്മ എന്താണ് എന്ന് ദയവായി ഒന്ന് വെളിപ്പെടുത്താമോ? ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, ബില്ലി ഗ്രഹാം ലോകത്തെമ്പാടും വലിയ വലിയ സുവിശേഷ പ്രസ്ഥാനങ്ങൾ, വലിയ മിഷൻ ഇവാഞ്ചലിസമൊക്കെ നടത്തി. അതിനെപ്പറ്റി ഒരു ആധികാരികമായ പഠനം നടന്നു, ഒരു റിസർച്ച് സ്റ്റഡി നടന്നു. അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, ആ റിസർച്ച് സ്റ്റഡി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വളരെ വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ വലിയ വലിയ സംരംഭം നടന്നു വന്ന് ശരിയാണ്, പക്ഷേ അതിൻ്റെ ഫലമായി ഒന്നും ഉണ്ടായില്ല എന്നതാണ് സത്യം. ബില്ലി ഗ്രഹാമിൻ്റെ മീറ്റിങ്ങിൽ പോകുന്നവർ അവിടെ പോകുന്നു, അവിടെ ഇരിക്കുന്നു, കുറേ നേരം കാതിനിമ്പമായ ചില കാര്യങ്ങൾ കേൾക്കുന്നു. അദ്ദേഹം വോട്ടർ കോൾ വരുമ്പോൾ അങ്ങോട്ട് പോകുന്നു. അത് എല്ലാ വർഷവും അങ്ങനെ ചെയ്യുന്നു. അതൊരു താരിപ്പായി മാറുന്നു. അത് പിന്നെ ചേമ്പലയിൽ വെള്ളം ഒഴിക്കുന്ന പോലെ പോകുന്നു. അതുകൊണ്ട് യാതൊരു മാറ്റവും വരുന്നില്ല.
കേരളത്തിൽ ഇന്ന് മതപരമായ പ്രസ്ഥാനങ്ങൾക്കൊരു കുറവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് കേരളം കൂടുതൽ അനുദിനം അധപ്പതിച്ചു പോകുന്നത്? നമ്മെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ ഇവിടെ മനുഷ്യത്വം തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? നാം ചിന്തിക്കണ്ടേ? മാരാമണ്ണിന് നാം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. പക്ഷേ മാരാമണ്ണ് മൂലം കേരളത്തിലെ സംസ്കാരത്തിനോ ധാർമ്മിക ബോധത്തിനോ ലഭിച്ച മേന്മ എന്താണ്? അതുകൊണ്ട് ഏത് വിധത്തിൽ കേരളത്തിലെ ജനം, വേണ്ട വിശ്വാസ സമൂഹം തന്നെ ധാർമ്മികമായോ ആധ്യാത്മികമായോ മെച്ചപ്പെട്ടു എന്നതിനെപ്പറ്റി ഏതെങ്കിലും സമയത്ത് ഒരു സ്റ്റഡി നടത്തേണ്ട ആവശ്യമില്ലേ? ഇതൊന്നുമില്ലാതെ മാരാമണ്ണിൽ കൂടുതൽ ആളുകൾ വന്ന് കറങ്ങി തിരിഞ്ഞ് പോകുന്നത് കൊണ്ട് ഇതൊരു ആഗോള ക്രിസ്തീയ സംഗമമാക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ഇല്ല എന്ന് ഞാൻ പറയുകയല്ല, ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുക. നാം ചിന്തിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു അംഗീകാരം മാരാമണ്ണിൽ ലഭിച്ചാൽ ഞാനതിൽ സന്തോഷിക്കും. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അങ്ങനെ അംഗീകാരം ലഭിക്കണമെങ്കിൽ ചില ക്രമീകരണത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകണം. ആ വ്യത്യാസങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്ഥിതി ഇന്നത്തെ സ്ഥിതിയിൽ മാർത്തോമ സഭയ്ക്കോ അതിൻ്റെ അധികാരികൾക്കോ ഇല്ല, ഒട്ടുമില്ല എന്നതാണ് എൻ്റെ അനുഭവം. അല്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ ആ നിമിഷം എൻ്റെ ധാരണ ഞാൻ തിരുത്തുകയും പരസ്യമായി മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യും. അത് തെളിയിക്കാൻ ഒരു പ്രയാസവുമില്ല. 2026 മാരാമൺ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാ സഭകളിൽ നിന്ന് പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി ഉണ്ടാക്കുകയും ആ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി മാർത്തോമ സഭയുടെ പരമാധ്യക്ഷനായ തെയോഡോഷ്യസ് തിമോഥി തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ നിർബന്ധം പിടിക്കുന്നത്. എന്നാൽ ഈ പരസ്പരമായ കൺസൾട്ടേഷനിൽ കൂടെ നെയ്തെടുക്കുന്ന കൺസെൻസസിനെ ആസ്പദമാക്കി മാരാമൺ 2026 സംഘടിപ്പിച്ച് നോക്കി. അതോടുകൂടെ തീരും. അതാണ് നമ്മുടെ അവസ്ഥ. ഈ യാഥാർത്ഥ്യങ്ങളെ അവഗണിച്ചുകൊണ്ട്, യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് മണക്ക് നിന്ന് വലിയ മഹത്തരമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം, അർത്ഥമില്ലെങ്കിലും പറയണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അങ്ങനെ വല്ലപ്പോഴുമെങ്കിലും കേട്ടാലെങ്കിലും നമ്മുടെ അവസ്ഥ വളരെ മോശമാണല്ലോ. അവിടെ എത്തിച്ചേരാനുള്ള യോഗ്യത നമുക്കില്ലല്ലോ. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് വളരെ മോശമായ വിധത്തിലാണല്ലോ എന്നെങ്കിലും ഒന്ന് തിരിച്ചറിയുവാൻ, ഒരു ചെറിയ തോതിലെങ്കിലും തിരിച്ചറിയുവാൻ സഹായിച്ചെങ്കിൽ വളരെ നല്ലതാണ് എന്ന അഭിപ്രായമാണ് ഈ ഉള്ളവരുള്ളത്. അതുകൊണ്ട് മാരാമൺ കൺവെൻഷനെ അഖില ലോക ക്രിസ്തീയ കൂട്ടായ്മയായി അംഗീകരിക്കുന്ന നാള് സംജാതമാകുന്നതിന് ഞാൻ സ്വപ്നം കണ്ടിരിക്കും. പക്ഷേ അതിലേക്കൊരു ചെറിയ കാൽവയ്പ് നടത്തുവാൻ തെയോഡോഷ്യസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ മാർത്തോമ സഭ മുന്നോട്ട് വരുമോ ഇല്ലയോ എന്ന് ഇന്ന് മുതൽ അടുത്ത മാരാമൺ കൺവെൻഷൻ വരെ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ എന്തെങ്കിലും സൂചനയുണ്ടെങ്കിൽ ഞാൻ എല്ലാ അതിരും വിട്ട് സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും തുള്ളിയും ചാടിയും പാട്ടുപാടിയും നൃത്തം വെച്ചും തിരുവനന്തപുരത്തെ തെരുവീഥിയിൽ കൂടെ ഞാനൊരു ഭ്രാന്തനെ പോലെ ഓടി നടക്കുകയും ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ എന്ന എൻ്റെ ആഗ്രഹം ഒരിക്കൽ കൂടി അടിവരയിട്ട് പ്രസ്താവിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.